ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വൈകിട്ടാണ് കേട്ടോ വരുന്നത്. സാധാരണ നമ്മൾ 2 മണിക്കാണ് വീഡിയോ ചെയ്യൽ. വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണെങ്കിൽ 2 മണിക്ക് അപ്ലോഡ് ചെയ്യും. ചിലപ്പം കുറച്ച് പണിയൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 2:30ക്ക് വരും. എന്നാലും 2:30ൻ്റെ ഉള്ളിലായിട്ട് വീഡിയോ വരലുണ്ട്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ 3 മണിയാവും. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോൻ്റെ പോക്ക്. അപ്പോൾ ഇന്ന് 3 മണി 4 മണിയോ ഒക്കെ കഴിയും കേട്ടോ വീഡിയോ വരണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ദിവസമേ നമ്മളിപ്പോൾ ഒരു ഹോം ഷോപ്പിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഹോം ഷോപ്പിൻ്റെ HSOമാരെ സാലറി ഒക്കെ കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. ഞങ്ങളെ HSO റിവ്യൂ ആണെന്ന്. അപ്പോൾ അത് ചോക്കാട് പഞ്ചായത്തിലാണ്. അപ്പോൾ എനിക്ക് 11 മണിയാകുമ്പോഴത്തേന് പഞ്ചായത്തേക്ക് എത്തിയാൽ മതി. പക്ഷേ HSOമാർക്കുള്ള ഗിഫ്റ്റ് വാങ്ങണം. അതേപോലെ അവർക്ക് കിറ്റൊക്കെ കൊടുക്കും കേട്ടോ. നമ്മൾ കൂടുതൽ സെയിൽ ചെയ്ത ആൾക്കാർക്ക് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ വക ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും കൂടുതൽ സെയിൽ ചെയ്യണ HSOമാർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സമ്മാനമൊക്കെ കൊടുത്തയക്കും കേട്ടോ. ഗിഫ്റ്റൊക്കെ കൊടുത്തയക്കും. അപ്പം അതൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ HSOമാർക്ക് ഞാനും ഗിഫ്റ്റ് കൊടുക്കും. അനീഷിൻ്റെ HSOമാർക്ക് ഓളും ഗിഫ്റ്റൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് വേണം. അപ്പം വീട്ടിൽ നിന്ന് ഒരു 9 മണി 9:15 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണ്ടേ. പിന്നെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ എഡിറ്റ് ചെയ്യാനൊന്നും ടൈമും കിട്ടിയിട്ടില്ല. ഞാൻ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ അതാ രാവിലെ കിച്ചണിൽ വന്നാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് കഴുകിയാണ്ട് കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ദോശയ്ക്കുള്ള സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് എനിക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയലുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അവർക്ക് എല്ലാം അറിയാം. എന്താണ് എൻ്റെ ജോലി എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ പുതിയ കുറേ കൂട്ടുകാർ വന്നിക്കണല്ലോ. അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടാവും വീണ്ടും അങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മളെ കുടുംബശ്രീൻ്റെ കീഴിൽ ഒരു ഹോം ഷോപ്പ് പദ്ധതി ഉണ്ട്. ഹോം ഷോപ്പ് പദ്ധതി എന്ന് വെച്ചാൽ ഇത് കോഴിക്കോട് ഭാഗത്താണ് കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം എന്താണ് ഈ ജോബ് എന്നുള്ളത്. അപ്പം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാട്ടോ. നമുക്ക് കേരള സർക്കാരിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇറക്കിത്തരും. ഈ ഫുഡ് ഐറ്റംസും ക്ലീനിങ് ഐറ്റംസും ഒക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും 2 HSOമാർ വെച്ചിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ നമ്മളെ ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെയല്ല കേട്ടോ. 2 HSOമാരൊന്നുമില്ല. ഒരു HSOയൊക്കെ ഉള്ളൂ ഒരു വാർഡിൽ. അപ്പോൾ നമ്മളിവിടെ കാളികാവ് ബ്ലോക്കിന് കീഴിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. അപ്പോൾ ആ 7 പഞ്ചായത്തിലും ഇത് വിൽക്കാൻ ആളുകളുണ്ട്. അതിൽ 3 പഞ്ചായത്തിൻ്റെ ചാർജാണ് എനിക്കുള്ളത്. കരുളായി, ചോക്കാട്, കാളികാവ്. അപ്പോൾ ഈ കരുളായി, ചോക്കാട്, കാളികാവുള്ള HSOമാർക്കുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ മാസം ഈ 3 പഞ്ചായത്തുകളിലുള്ള HSOമാരും എനിക്ക് ഓർഡർ തരും. അവർക്ക് ഒരു മാസം വിൽക്കാനുള്ള സാധനങ്ങൾ ഓർഡർ തരും. അപ്പോൾ ഞാൻ അവരെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ഞാൻ നമ്മളെ എമ്മിമാർക്ക് ഓർഡർ കൊടുക്കും. എന്നിട്ട് അവരെനിക്ക് സാധനങ്ങൾ ഇറക്കി തരും. അപ്പോൾ ഈ സാധനങ്ങൾ ഇവരെ വീടുകളിൽ ഞാൻ എത്തിച്ചു കൊടുക്കണം. പിന്നെ ഓരോ ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ ഓരോ കയ്യിൽ നിന്ന് ഫസ്റ്റ് അടവ് വാങ്ങിക്കുക. പിന്നെ എല്ലാ മാസവും ലാസ്റ്റ് ആകുമ്പോഴത്തേനും അവരെ ബില്ല് ക്ലോസ് ചെയ്യുക. അത് ഓഫീസിൽ പൈസയൊക്കെ ഓഫീസിൽ അടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് എൻ്റെ ജോലി. ഈ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയും കൂടിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഈ ജോലി ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോലുള്ള ഒരുപാട് വീട്ടമ്മമാരാണ് എൻ്റെ HSOമാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൽ നന്നായിട്ട് സെയിൽ ചെയ്യുന്ന HSOമാരും ഉണ്ട്, സെയിൽ കുറവുള്ള HSOമാരും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ഓരോ വീട്ടമ്മമാരാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് ചെറിയൊരു വരുമാനം ഈ ഒരു ഹോം ഷോപ്പ് വഴി കിട്ടുമ്പോഴേ നമ്മളെ കൈ കൊണ്ട് അത് കൊടുക്കും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ആ പൈസ കിട്ടുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം അവരെ മുഖത്ത് കാണുമ്പോഴേ അതും ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കൊരു മുതൽ മുടക്കില്ല. ഒരു മുതൽ മുടക്കും ഇല്ലാതെയാണ് അവരെ വീടുകളിൽ നമ്മൾ അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവർക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കുന്നത്. അപ്പോൾ അത് വിറ്റ് മാസാവസാനമാണ് ബില്ല് ക്ലോസ് ചെയ്യുക. എന്നാലും അവരുടെ കയ്യിൽ ബാലൻസ് സാധനങ്ങൾ ഉണ്ടാവും. വിറ്റ സാധനത്തിൻ്റെ പൈസ നമ്മൾ വാങ്ങിക്കുള്ളൂ.
അതിനുള്ള കമ്മീഷൻ ആ മാസം തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അവരെ ഒരു സാലറി ആയിട്ട് നമ്മൾ എല്ലാ മാസവും അങ്ങനെ കൊടുക്കും. പിന്നെ അതേപോലെ തുടർച്ചയായിട്ട് 3 മാസം 20,000 രൂപയ്ക്ക് സെയിൽ ചെയ്ത HSOമാർക്ക് 600 രൂപേൻ്റെ ഒരു കിറ്റ് കൊടുക്കും, ഭക്ഷ്യധാന്യ കിറ്റ് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ലോണം സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. 600 രൂപയ്ക്ക് എന്തൊക്കെയാണ് കിട്ടുക നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പരിപ്പ്, കടല, ചെറുപയർ, അതേപോലെ ബിരിയാണി അരി, നെയ്യ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ നോക്കലുണ്ട് കേട്ടോ. അങ്ങനെ അത് കൊടുക്കും. പിന്നെ അതേപോലെ കൂടുതൽ സെയിൽ ചെയ്ത HSOമാർക്ക് ഞങ്ങൾ CLCമാരെ വക ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ കാളികാവ് ബ്ലോക്കിന് കീഴിൽ 2 CLCമാരായിട്ടുള്ളത്. ഒന്ന് ഞാനും ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനീഷ കേട്ടോ. ഞങ്ങൾ രണ്ടാളുമാണ് ഇപ്പം CLCമാരായിട്ടുള്ളത്. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിവ്യൂവിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ് കേട്ടോ, അപ്പോൾ പറയാം. അപ്പോൾ ഞാനിതപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനേ സവാളൊക്കെ വഴറ്റിയെടുത്തിക്കണം കേട്ടോ. പിന്നെ അവിടെ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിന് നമ്മൾ കുക്കറിലിട്ടിട്ട്, അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. മസാല ദോശയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ. അപ്പോൾ കിഴങ്ങൊക്കെ ഇവിടെ ഉടച്ചെടുത്തു. പിന്നെ ആ മസാലയും തന്നെ സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിക്കണം കേട്ടോ. സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തിന്. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും ചേർത്തിന് കേട്ടോ. മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എന്തെങ്കിലുമൊക്കെ ഈ ഒരു മസാലയ്ക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആക്കാറ് കേട്ടോ. നമ്മളെ മസാല ദോശ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മസാല ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ മസാലയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കിഴങ്ങ് ഉടച്ചെടുത്തതും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കുറച്ച് കട്ടിയായിട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ചോറ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ മേലെ ചെമ്പിൽ വെള്ളം വെക്കൂട്ടോ, ചൂടുവെള്ളം. അപ്പോൾ എന്തിനേലൊക്കെ കറിക്കോ എന്തൊക്കെയിലൊക്കെ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിന് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിതവിടെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താണ്ട് നമ്മൾ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ദോശ ചൂടുമ്പോഴേ ആ ഒരു ദോശയിൽ ഇത് ശരിക്കും മിക്സ് ആവുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇനി അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് ദോശയും വേഗം ചുട്ടെടുക്കാം. അപ്പോൾ ദോശച്ചട്ടി ഇതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. ദോശമാവ് തലേ ദിവസം റെഡിയാക്കി വെച്ചതേനി കേട്ടോ. പിന്നെ പച്ചരിയും ഉഴുന്നും പിന്നെ കുറച്ച് നമ്മളെ സാമ്പാർ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുണ്ടായിനത്. ഈ പരിപ്പ് ചേർത്ത ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ ദോശമാവ് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ദോശ ചുട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് ദോശ പരത്തിയിട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഞാൻ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ കിഴങ്ങ് മസാല ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ സവാളയൊക്കെ വാട്ടിയാണ്ട് മുട്ട അങ്ങനെ ചിക്കി പരത്തി എടുക്കുമല്ലോ, അങ്ങനെ മസാല ദോശ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ആ ഒരു മസാല ദോശൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ മടക്കി മസാല ദോശ ആക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് ഇവിടെ നമ്മൾ ഐഫക്കുട്ടി പേരിട്ടിക്കണത് എഗ്ഗ് ദോശ എന്നാട്ടോ അതിന് പേരിട്ടിക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ എഗ്ഗ് ദോശ അല്ല, മസാല ദോശയാണ്. കിഴങ്ങ് മസാല നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കറുമുറി ആയിട്ട് കഴിക്കുമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് രജിസ്റ്ററൊക്കെ എഴുതാണ്ടേനി. നമുക്ക് അവിടെ റിപ്പോർട്ട് വായിക്കണം നമ്മളെ റിവ്യൂ മീറ്റിങ്ങിൽ. ഈ മാസത്തെ നമ്മളെ ടോട്ടൽ സെയില്, അതേപോലെ പിന്നെ HSOമാർക്ക് സാലറി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ എഴുതി റെഡിയാക്കണം. അപ്പോൾ ഇന്നലെ അതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വല്ലാതെ കുക്കിങ്ങിനൊന്നും പിന്നെ ടൈമും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു പൊറുതിയേടുമാണ്. എന്നോട് എപ്പോഴും കമൻറ്റ് ബോക്സിൽ നമ്മൾ കൂട്ടുകാർ പറയലുണ്ട്, നിങ്ങളെ കുക്കിങ് കാണുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യണത് കാണിക്കാഞ്ഞാൽ ഓർക്കൊരു ബോറടി ആയിക്കാരം. അത് വിചാരിച്ചിട്ട് ഈ ഒരു മസാല ദോശ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മളെ മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എൻ്റെ റിച്ചുമോന് ചട്നി ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശയ്ക്ക്. അവനക്കൊന്ന് സ്കൂൾക്ക് മസാല ദോശ കൊണ്ടുപോകാൻ വേണമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം കുറച്ച് ചട്നി ഉണ്ടാക്കി. തേങ്ങ ചട്നി സുഖമാണല്ലോ ഉണ്ടാക്കാൻ, എളുപ്പമാണ്. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. തേങ്ങയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് അതിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് മുളക് പൊടിയും ചേർക്കും കേട്ടോ അതിക്ക്. എന്നിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരു ജാറ് ചുഴറ്റിയിട്ട്.
എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ വറുത്ത് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും ആ എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് കറിക്കാണ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വറവിട്ട് എടുക്കുമ്പോഴേ നല്ല ടേസ്റ്റാട്ടോ നമ്മളെ ചട്നിക്ക്. ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ആ തേങ്ങ വേവുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അടുപ്പത്ത് വെച്ച് തിളപ്പിക്കരുത് കേട്ടോ. ആ ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പം തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയിൽ കടന്നിട്ട് വന്നോളും. അപ്പോൾ ഇതാ നമ്മൾ മസാല ദോശയൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് കുടിക്കാം. അപ്പം ഇനി മക്കളൊക്കെ സ്കൂളിൽ പോകണോണ്ടേ ഇപ്പോൾ ചോറിന് കൂട്ടാനൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. ആരും ഇല്ലല്ലോ ഉച്ചക്ക് കഴിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ പുറത്തുനിന്ന് അവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുമാണ് കഴിക്കുക. അപ്പം എനിക്ക് പിന്നെ കഴിക്കാൻ ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിട്ടുണ്ടായിന്. ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാനും ചായയൊക്കെ കുടിക്കാണ് കേട്ടോ. നല്ല ചൂടുള്ള മസാല ദോശയും അതിലേക്ക് കുറച്ച് ചട്നിയൊക്കെ എടുത്തിട്ടുണ്ട്. ദോശയിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്തതുകൊണ്ടേ നല്ലൊരു സ്മെല്ല് തന്നെ ആണ് കേട്ടോ. അപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുകയും ചെയ്യും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെ മക്കൾക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഓരോരുത്തരും ഓരോ ടൈമിലാണ് പോവുക. ആദ്യം 6 മണിക്ക് റിച്ചുമോൻ പോകട്ടോ മദ്രസക്ക്. മദ്രസക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ്ങിന് ഇറങ്ങൽ. പിന്നെ നമ്മൾ ഐഫക്കുട്ടി 7:15 പോവും, മഞ്ജുമോളും 7:15 പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി മദ്രസ് വിട്ട് വരാനുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ മദ്രസ് വിട്ട് വന്നിട്ട് കൊടുക്കും ഫുഡ്. ഓര് പറഞ്ഞയച്ചിട്ടാട്ടോ ഞാൻ പോവുക. അങ്ങനെ ഞാനും വേഗം ചട്നിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകാണ്ടിന് അതൊക്കെ കഴുകി. പിന്നെ കുറച്ച് തുണികൾ അലക്കിയതുണ്ടായിന് തോരടാൻ. അപ്പോൾ അതൊക്കെ തോരട്ടു. ഇന്ന് രാവിലെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബസ് വന്നിട്ട് പോകുമ്പോഴത്തേന് എനിക്ക് നേരം വൈകും. അപ്പോൾ ഓരെ ഒരുക്കി നിർത്തിയിട്ട് പിന്നെ ഞാൻ പോന്നു. പിന്നെ റിച്ചുമോനും ഐഫക്കുട്ടി ഒരു സ്കൂളിലായതുകൊണ്ടേ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൂക്കോട്ടുംപാടത്തൊരു ഷോപ്പിൽ കയറിയതാട്ടോ. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ അധികം ഗിഫ്റ്റ് വാങ്ങിക്കൽ. ഞാനും അനീഷയും ഇവിടെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ അടപ്പുള്ള ഓരോ പാത്രങ്ങളാട്ടോ വാങ്ങിയത് ഗിഫ്റ്റായിട്ട്. ഇത് ഞങ്ങൾ CLC-മാർ വാങ്ങിക്കുന്ന ഗിഫ്റ്റാട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ 20,000-ൻ്റെ മുകളിൽ സെയിൽ ചെയ്യുന്ന HSOമാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. എത്ര HSOമാരുണ്ടെങ്കിലും അവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി പേരൊക്കെ അവിടെ തന്നെ എഴുതുന്നുണ്ട്. പിന്നെ ഇനി കിറ്റ് വാങ്ങാനുണ്ട്. കിറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഭക്ഷ്യധാന്യ കിറ്റാണ് നമ്മൾ കൊടുക്കുക. അപ്പം അതവിടെ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ വീടുകൾ കൂടെയൊക്കെ ഇതേപോലെ ഈ ഹോം ഷോപ്പിൻ്റെ HSOമാർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളണ്ടി കേട്ടോ. അപ്പോൾ അവരൊരു ജീവിതമാർഗം കൂടിയാണിത്. പിന്നെ ഇതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ക്ലീനിങ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ കെമിക്കലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 5 രൂപ 10 രൂപയൊക്കെ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റുമ്പോൾ കൂടുതലുണ്ടാവും. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പം ചെറിയൊരു വില വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാത്തുമ്മലൊന്നുമില്ല കേട്ടോ. ചില പ്രൊഡക്റ്റുമ്മൽ ചിലപ്പോൾ 5 രൂപയൊക്കെ കൂടുതലുണ്ടാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടിലും. അപ്പോൾ ഈ ഒരു ഹോം ഷോപ്പിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നല്ലത് വാങ്ങുക, നന്മ ചെയ്യുക, അതാണ് കേട്ടോ ഇതിൽ പറയൽ. നല്ല സാധനങ്ങൾ നമ്മളെ നാട്ടുകാർക്ക് നമ്മൾ സെയിൽ ചെയ്യുക. അവർ നല്ലത് വാങ്ങുമ്പം നമുക്കും കൂടി അതിൻ്റെ ഒരു ഇത് കിട്ടുമല്ലോ. കെമിക്കലില്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ജനങ്ങളെ ആരോഗ്യം കൂടി നമ്മൾ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലത് വാങ്ങുക, നന്മ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചു. പിന്നെ HSOമാർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ പഴംപൊരി ചായ ഉണ്ടായിനി. അങ്ങനെ പഴംപൊരി ചായയൊക്കെ കുടിച്ചു. ആദ്യം ഞങ്ങൾ റിപ്പോർട്ട് വായിക്കും. പിന്നെ ഞങ്ങളെ പ്രസാദ് സാറും സതീഷ് സാറും HSOമാർക്ക് ക്ലാസ് എടുക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഈ ഒരു ഹോം ഷോപ്പ് പദ്ധതി എന്ന് പറഞ്ഞാലേ ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രങ്ങാനും വീട്ടമ്മമാരുണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം അവരൊക്കെ മുഖത്ത് സന്തോഷം കാണുമ്പോഴേ അവർ സെയിൽ ചെയ്ത് ആ ഒരു മാസം അവരെ കൈക്ക് ആ സാലറി കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ആ ഒരു മുഖത്തെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അത്രയും സന്തോഷമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതേപോലുള്ള HSOമാർ നിങ്ങളെ വീടുകളിൽ കൂടെയൊക്കെ വരുമ്പം അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു പ്രൊഡക്റ്റെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ജോലി ഇതൊക്കെയാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോണ്ടിട്ടോ. ഞങ്ങളെ ചോക്കാട് പഞ്ചായത്തിലുള്ള CDS ചെയർപേഴ്സൺ ആണ് കേട്ടോ അത്. HSOമാർക്ക് ക്ലാസ് എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങളെ യോഗമൊക്കെ പിരിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്ന് നടന്നത്.